അങ്ങനെ എൻ്റെ 7 മാസത്തെ കഠിന പ്രയത്നം ഞാൻ അങ്ങ് അവസാനിപ്പിച്ച് സൈൻ ഓഫ് ചെയ്ത് പോകാനുള്ള തീരുമാനം ഞാൻ അങ്ങ് എടുത്തു. എനിക്ക് ഈ കമ്പനി തന്നിട്ടുണ്ടായിരുന്ന ഇപ്രാവശ്യത്തെ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പം 9 മാസത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ മനസ്സെനിക്ക് അവിടെ കൊണ്ടുപോയി 9 മാസം വരെ ചിലവഴിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നല്ല, മെൻ്റലി ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി. കുറച്ചധികം ഡൗൺ ആയിപ്പോയി. അതുപോലെ തന്നെ വർക്ക് പ്രഷർ എല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കൺട്രോൾ തന്നെ പോയി. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, എന്നാൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാവാം ബാക്കി കാര്യം എന്നുള്ളത്. ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡായിരുന്നു. പോയി HR-നോട് സംസാരിച്ചു, സൈൻ ഓഫ് അടിച്ചു. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ എനിക്ക് ടിക്കറ്റ്, അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റേ എന്ന് വേണ്ട എല്ലാ സകലമായ പരിപാടികളും എഴുതി എൻ്റെ കയ്യിൽ തന്നു. സൈൻ ഓഫ് അടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫുൾ എമൗണ്ടും നമ്മൾ തന്നെ പേ ചെയ്യണം. അതായത് നമ്മൾ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് പോവുകയല്ല, നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ സൈൻ ഓഫ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന എല്ലാ എക്സ്പെൻസും നമ്മൾ സ്വയം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്കൊരു റിഗ്രറ്റായിട്ട് തോന്നിയതേ ഇല്ല. പൈസ പോട്ടെ, പവർ വരട്ടെ എന്നുള്ള മൈൻഡായിരുന്നു. ശരിക്കും പൈസ പോയാൽ സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല, കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നുള്ള ഒരു കാരണത്താൽ ഞാൻ സൈൻ ഓഫ് ചെയ്ത് ഒറ്റ മൈൻഡിൽ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സൈൻ ഓഫ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരുന്ന ഏറ്റവും നല്ല. നിങ്ങൾ സ്വയം തീരുമാനം എടുത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട, നാട്ടിലേക്ക് പൊക്കോളൂ. എൻ്റെ അഭിപ്രായമല്ല, നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് വേണം സൈൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പൈസ പോകുന്നത് നമ്മളുടെ കയ്യിൽ നിന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തിരിച്ച് ഷിപ്പിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷിപ്പിലേക്ക് തിരിച്ച് കയറാം. നമ്മൾ റിസൈൻ ചെയ്ത് പോയാൽ സൈൻ ഓഫ് ചെയ്ത് പോകാൻ ജസ്റ്റ് 1-2 മാസത്തെ വെക്കേഷൻ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കമ്പനി തന്നെ തിരിച്ച് നമുക്ക് മെയിൽ അയച്ചോളും, തിരിച്ച് കയറാൻ പറഞ്ഞോളും. അപ്പം നാട്ടിൽ